നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കും. അപകടങ്ങൾ പതിവായി ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി വളവിൽ. ബസ് യാത്രക്കാർ തെറിച്ചു വീണ് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഊരകം CMS LP സ്കൂളിൽ ട്രൈകളർ ആർട്ട് സംഘടിപ്പിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനം. നവകേരള സദസ്സിന്റെ ഭാഗമായി CC മുകുന്ദൻ MLA അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിടം പണിയുക. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു. 1.5 കൊല്ലം കൊണ്ട് പണി തീർക്കണമെന്ന വ്യവസ്ഥയിലാണ് പണം അനുവദിച്ചിട്ടുള്ളത്. പുതിയ അഡ്മിനിസ്ട്രേഷൻ കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശം. നിലവിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് തകരാർ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല 25 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ആശുപത്രിയിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പ്രധാന കെട്ടിടത്തിന് മുകളിൽ 1 കോടി രൂപ ചെലവിൽ പുതിയത് നിർമ്മിക്കാൻ ചർച്ചയിൽ ആലോചനയുണ്ടായി. പുതിയ കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി കെട്ടിടം നിർമ്മിക്കാനും നിർദ്ദേശമുണ്ടായി. പുരാവസ്തു നിയമത്തിൽ തട്ടി ആശുപത്രിയിലെ 2 പദ്ധതികൾ നീളുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും നീളുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി വളവിൽ ബസ് യാത്രക്കാർ തെറിച്ചു വീണ് 2 മരണവും ഒട്ടേറെ പേർക്ക് പരിക്കുമുണ്ടായിട്ടും ബന്ധപ്പെട്ടവർ നടപടി എടുക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. സമീപ ദിവസങ്ങളിൽ ചേർപ്പ് പാലം സ്റ്റോപ്പിന് സമീപം മാപ്രാണത്തുകാരൻ 74 വയസ്സുള്ള അന്തോണി ബസിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റിരുന്നു. തൃശൂരിൽ നിന്നും തൃപ്രയാർക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിലെ തുറന്നിട്ട വാതിലിലൂടെ റോഡിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്കും കൈയിനും പരിക്കേറ്റ അന്തോണി ചികിത്സയിലാണ്. പള്ളിവളവിൽ ബസിൽ നിന്ന് തെറിച്ചു വീണ് അപകടം പതിവായിട്ടും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ കുറവില്ല. വേഗത്തിൽ വളവ് തിരിക്കുന്നതിന് പുറമെ വാതിൽ അടയ്ക്കാതിരിക്കുന്നതും ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമാകുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് ചേർപ്പിലെ വ്യാപാരിയായിരുന്ന വല്ലച്ചർക്കാരൻ മാത്യു, ചേർപ്പ് പുത്തൻകുളത്തിന് സമീപം ബ്രഹ്മസം രാഘവന്റെ ഭാര്യ ശാന്ത എന്നിവർ ഈ വളവിൽ ബസിൽ നിന്ന് തെറിച്ചു വീണുണ്ടായ അപകടത്തെ തുടർന്ന് മരണം സംഭവിച്ചിരുന്നു. പള്ളിവളവിന് പുറമെ KCB വളവ്, കോനിക്കര വളവ് എന്നിവിടങ്ങളിലും അപകടങ്ങൾ പതിവാണ്. അപകടം കുറയ്ക്കാൻ ഈ പരിസരത്ത് പോലീസ് കണ്ണാടി സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് കേടായി നശിച്ച അവസ്ഥയിലാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഊരകം CMS LP സ്കൂളിൽ ട്രൈകളർ ആർട്ട് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ലീമോൾ, അധ്യാപകരായ ടീന, സ്മിജ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. സമന്വയ സഹകരണ മാർട്ട് CC മുകുന്ദൻ MLAയും ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് IK വിഷ്ണുദാസ് അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ PM അഹമ്മദ്, പ്രൊഫസർ KU അരുണൻ, MK രാമചന്ദ്രൻ, KR സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ബാങ്ക് സെക്രട്ടറി PC ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ച ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ TK രവീന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് PV മോഹനൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷയൻ, EP അജയ് ഘോഷ്, PK ചന്ദ്രശേഖരൻ, MS ഹാരിസ് ബാബു, VP ആനന്ദൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഞാനിത് സൂചിപ്പിച്ചത് കേരളത്തിന്റെ എല്ലാ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടങ്ങളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തര സാമ്പത്തിക സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് സഹകരണ മേഖലയാണ്. 2018 വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തിൽ വീട് നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ടായി. അതിൽ സംസ്ഥാനത്ത് ഗവൺമെന്റ് നേതൃത്വത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നു. സഹകരണ മേഖല പ്രത്യേകമായി കെയർ ഹോം പദ്ധതിയിലൂടെ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൽ 2300ഓളം വീടുകൾ സൗജന്യമായി ആ കാലഘട്ടത്തിൽ ഭവനരഹിതർക്ക് വെച്ചു കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ എടുത്തു സൂചിപ്പിക്കുകയാണ്. ഇപ്പോഴും അതിലെ 2 പദ്ധതികൾ ഓൺഗോയിങ് പ്രോജക്റ്റായി കണ്ണൂർ ജില്ലയിലും പാലക്കാടും നടക്കുകയാണ്. അതിനുശേഷം കോവിഡ് എന്ന മഹാമാരി രൗദ്രഭാവം കൊണ്ട് നമ്മെ വേട്ടയാടിയ സന്ദർഭമുണ്ട്. ആ ഘട്ടങ്ങളിൽ കേരളത്തിലെ കമ്മ്യൂണിറ്റി കിച്ചനെ എല്ലാം സഹായിക്കാനും അതോടൊപ്പം തന്നെ കോവിഡ് എന്ന മഹാമാരിയെ നേരിടുന്ന രംഗത്ത് പൾസ് ഓക്സിമീറ്റേഴ്സ് കൊടുത്ത് സഹായിച്ചു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൺസ്യൂമർ ഫെഡ് മുഖാന്തരം അന്ന് പൾസ് ഓക്സിമീറ്റർ ബൾക്കായി പർച്ചേസ് കൊടുക്കാനും എല്ലാം മുന്നോട്ട് വന്നത് സഹകരണ മേഖലയായിരുന്നു. പാർലം പഞ്ചായത്ത് പള്ളിപ്പുറം 65-ാം നമ്പർ കസ്തൂർബ അങ്കണവാടി ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാർലം പഞ്ചായത്ത് സംഘടനയായ സംഘകല ക്ലബ്ബ് വയനാട്ടിലെ പ്രളയ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്ക് കൈമാറി. ചടങ്ങിൽ അങ്കണവാടിക്ക് വേണ്ടി കസേരകൾ നൽകുകയും ചെയ്തു. സംഘകല ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി പ്രിജിത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, വാർഡ് മെമ്പർ വിദ്യാനന്ദനൻ എന്നിവർ സംസാരിച്ചു. എട്ടുമന കാർണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മഠാധിപതി ഉണ്ണി പത്മനാഭൻ സ്വാമി മുഖ്യ കാർമ്മികനായി. രാവിലെ പടിഞ്ഞാറ് നടയിൽ നിന്ന് കതിർക്കറ്റകൾ മഠാധിപതി ഉണ്ണി പത്മനാഭൻ സ്വാമിയും അനിൽ സ്വാമിയും തലയിൽ ചുമന്ന ശംഖുവിളികളുടെയും മണിനാഥത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തുറന്ന് പൂജിച്ച് ശ്രീകോവിലിനുള്ളിലും തിടമ്പുകളിലും സ്ഥാപിച്ചു. തുടർന്ന് ഭക്തർക്ക് കതിർ വിതരണം ചെയ്തു. ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്ന് സുനിൽ ലാലൂർ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന തളിക്കുളം പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ജലജീവൻ മിഷനെയും കാലാവസ്ഥയെയും കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ധൈര്യമുണ്ടെങ്കിൽ ജലജീവൻ മിഷനുമായി ഉണ്ടാക്കിയ കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ ആവശ്യപ്പെട്ടു. റോഡ് പണി അനന്തരമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് പുനർനിർമ്മിക്കാൻ ജല അതോറിറ്റി കൈമാറിയ തുക എടുത്തുകൊണ്ട് റോഡുകളുടെ കുഴികൾ അടയ്ക്കാൻ ആരുടെയെങ്കിലും സമ്മതം പഞ്ചായത്തിന് ആവശ്യമുണ്ടോ എന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ജനകീയ സമരങ്ങളോട് നിഷേധാത്മക സമീപനം തുടരുന്ന തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് നാണം കെട്ടിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്നും
തളിക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താങ്കലിലെ ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുനിൽ ലാലൂർ പറഞ്ഞു. നമ്മുടെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. രണ്ട് സൈഡുകളിലും ഓടകളിലും വെള്ളം കെട്ടി നിന്ന് ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന സമയമാണ് ഇന്ന് ഈ മഴക്കാല കാലഘട്ടങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കടുത്ത അതിതീവ്രത മഴ പെയ്തതിനു ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് 12ാം വാർഡ് പോലും റോഡിൽ മുങ്ങിയിട്ട് പോലും പ്രസിഡന്റ് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒളിച്ചിരുന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റ്, ജനങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറി പോകാൻ സാധ്യമല്ല. കഴിയുമെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഒഴിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്ന പോലെ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. സമരത്തിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഫിറോഷ് ത്രിവേണി, മുനീർ ഇടശ്ശേരി, AC പ്രസന്നൻ, AP ബിനോയ്, ഷമീർ മുഹമ്മദ് അലി, നീതു പ്രേംലാൽ, PK അബ്ദുൽ ഖാദർ, ലിൻഡോ സുഭാഷ് ചന്ദ്രൻ, സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസിന് മുൻവശത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ KT കുട്ടൻ, KA ഫൈസൽ, ഷീജ രാമചന്ദ്രൻ, UA ഉണ്ണികൃഷ്ണൻ, AP രത്നാകരൻ, മദനൻ വാലാത്ത്, KA മുജീബ്, താജുദ്ദീൻ കല്ലറയ്ക്കൽ, PD ജയപ്രകാശ്, സിന്ധു സന്തോഷ്, N മദനമോഹനൻ, AT നേന തുടങ്ങിയവർ നേതൃത്വം നൽകി. മർത്താക്കരയിൽ ഹീറ്റർ പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിച്ചു. മർത്താക്കര തടത്തിൽ ഭാസ്കരന്റെ വീടിന്റെ മുറിയിലെ ബെഡ് ഹീറ്ററിൽ നിന്നാണ് തീ പടർന്നത്. മുറിയിലെ കിടക്കയും വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. വീട് അടച്ചുപൂട്ടി ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാർ ബെഡ് ഹീറ്റർ ഓഫ് ചെയ്യാൻ മറന്നതാണ് തീ പിടിക്കാൻ കാരണമായത്. നാട്ടുകാരും തൃശൂർ അഗ്നിരക്ഷാസേനയും ചേർന്ന് തീ അണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഓഫീസർ MG രാജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രമോദ്, സുധൻ, രാകേഷ്, പ്രതീഷ്, സുധീഷ്, ആൽമ, ആൻമരിയ, വിജയൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ചേലക്കര വട്ടുള്ളി തുടുമ്മേൽ റെജിയുടെയും ബ്രിസ്റ്റിലിയുടെയും മകൾ 10 വയസ്സുള്ള എൽവിന റെജിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. വീട്ടിനുള്ളിലെ ജനലിൽ ഷോൾ കെട്ടി കളിക്കുന്നതിനിടെ കഴുത്തിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക നിഗമനം. തിരുവില്ലാമല പുനർജനി ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു. അഷ്ടമിച്ചിറ സ്വദേശിയായ ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യ ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവുനായ്ക്കളുടെ ക്രൂര ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പിറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു. വീണ് കിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ 2 തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കേൽക്കുകയും വീഴ്ചയിൽ ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചു. തക്ക സമയത്ത് പമ്പിലെ ജീവനക്കാർ വന്നതിനാലാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഡോക്ടർ പറയുന്നു. തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്റെ സ്ഥാനത്ത് വല്ല സ്കൂൾ കുട്ടികളുമായിരുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചേനെയെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കും.
അപകടങ്ങൾ പതിവായി ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി വളവിൽ. ബസ് യാത്രക്കാർ തെറിച്ചു വീണ് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഊരകം CMS LP സ്കൂളിൽ ട്രൈകളർ ആർട്ട് സംഘടിപ്പിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.